മോദി ഇന്നലെയും പറഞ്ഞു രാജ്യത്തെ യുവാക്കളുടെ കരുത്ത്. അതോടൊപ്പം ഈ ഒരു പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികളായ 13 പേരെ ജയിലിലടയ്ക്കാൻ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രിക്ക് ആദ്യമായി നീറ്റ് പരീക്ഷാ പേപ്പർ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരിക്കേണ്ടി വരികയാണ്. ഇന്നലെ മുൻ BJP-യുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ 10 മിനിറ്റ് ആണെങ്കിൽ കൂടിയും ഈ ഒരു CJP-യുടെ വിദ്യാർത്ഥി നേതാക്കൾക്ക് ചർച്ചയ്ക്കായി സമയം കൊടുക്കേണ്ടി വരുന്നു. ഇന്ന് നമ്മൾ കണ്ടൊരു കാഴ്ച, JP നദ്ദ ആശുപത്രിയിലേക്ക് എത്തി പരിക്കേറ്റ് കിടക്കുന്ന ആ വിദ്യാർത്ഥികളെ നേരിട്ട് പോയി കാണുകയാണ്. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ്, അവർക്ക് ചികിത്സ നൽകണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗമുണ്ടായിരുന്നു. അതിൽ നരേന്ദ്രമോദി ഇന്ന് കേന്ദ്ര നേതാക്കളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആ വേദിയിലേക്ക് നീറ്റ് വിഷയം ഏറ്റെടുക്കുകയാണിപ്പോൾ കോൺഗ്രസ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ പ്രതിഷേധം രാജ്യത്താകെ അലയടിക്കുന്നു. യുവാക്കൾ, വിദ്യാർത്ഥികൾ ആ പ്രതിഷേധ സമരത്തെ ഏറ്റെടുക്കുന്നു. അതിന് പിന്നാലെ നോബിൾ ബാരിക്കാരൻ നമുക്കൊപ്പം ചേർന്നിട്ട്. നോബിൾ, അപ്പോൾ ഇനിയും മാറി നിൽക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ പോലും കഴിയാത്ത വിധത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധം അത് തെരുവിലേക്ക് ആളിക്കത്തുകയാണ്. ഇനിയും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് രാജ്യമാകെയുള്ള വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുകയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലേ നോബിൾ? ഷിയാസ, ഇത് ജന്തർ മന്ദറിലല്ല ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻവശത്താണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിക്കൊണ്ട് ഇതിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ വാഹന വ്യൂഹമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാഹന വ്യൂഹവും അതേ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും കൃത്യമായി തന്നെ, അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധം കോൺഗ്രസ് അപ്രതീക്ഷിതമായി നടത്തിയത്. രാവിലെ പാർലമെന്റിനകത്ത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വിദ്യാർത്ഥികൾക്കെതിരായ പ്രതിഷേധത്തിൽ അതിന്റെ ഭാഗമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനൊരു നടപടി എന്താണെങ്കിലും പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പ്രതിഷേധം കോൺഗ്രസ് എംപിമാരുടെ ഭാഗത്ത് ഉണ്ടായത്. നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഈ പ്രതിഷേധ വേദിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കരുതുന്ന വിഷയമാണ്. അദ്ദേഹം അങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ദില്ലിയിൽ ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങൾ, അതോടൊപ്പം തന്നെ അക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി തന്നെ ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധം അടക്കം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് എംപിമാർ എത്തുകയും പിന്നീട് ഈ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലേക്ക് മാർച്ചായി നീങ്ങുകയുമായിരുന്നു. പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് ഇതിൽ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ ഈ RML ആശുപത്രിയടക്കം നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ ഉണ്ട്. ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ രാഹുൽ ഗാന്ധി, ഒപ്പം പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ എന്നീ നേതാക്കൾ ഇന്നിപ്പോൾ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വലിയ നീക്കം, ഈ വിദ്യാർത്ഥികളെ കാണുകയും അവർക്ക് നിയമസഹായം അടക്കം നൽകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇങ്ങനെ പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു നീക്കം എന്താണെങ്കിലും നടത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉയർത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്രതീക്ഷിത നീക്കമായിരുന്നു. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് അടക്കം കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന പ്രതീക്ഷ, അത്തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നീട് ആ മാർച്ച് വേണ്ട എന്ന് വെക്കുകയും പിന്നീട് ഇങ്ങനൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഒറ്റയ്ക്ക് നടത്തുകയും ചെയ്തു. ഇതേസമയം CPM-ന്റെ ഭാഗത്ത് ഇടത് MPമാർ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ജന്തർ മന്ദറിലേക്ക് ഒരു മാർച്ച് നമ്മൾ നടത്തിയ നേരത്തെ കണ്ടതാണ്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഇങ്ങനെ ഈ പ്രധാനമന്ത്രി വസതിക്ക് മുന്നിലേക്ക് നേതാക്കൾ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണാൻ. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ പക്ഷേ VD സതീശനും അതേ വഴിക്ക് തന്നെ അദ്ദേഹം പോകുന്നത്, അദ്ദേഹവും അങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും വലിയ പ്രതിഷേധമായി ഈ വിഷയം മാറുന്ന കാഴ്ചയാണ് എന്താണെങ്കിലും ദില്ലിയിൽ ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം ദില്ലി ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയത്. ഒരു വശത്ത് വലിയ ആക്രമണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് പോലീസിനടക്കം ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ പാർലമെന്റ്
പാർലമെന്റിൽ സജീവമായി തന്നെ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നേതാക്കൾ ശ്രമിക്കുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഇങ്ങനെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എംപിമാരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം എന്താണെങ്കിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമായി അത് മാറുന്ന കാഴ്ച എന്താണെങ്കിലും കാണുന്നു. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്തിയും നേരിട്ട് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന് ഞാൻ പറഞ്ഞ പോലെ അപ്രതീക്ഷിത നീക്കമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം.